ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ ഒരു ജാസ്മിൻ ബഡ്സ് ഉപയോഗിച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഹെയർ ബാൻഡ് മേക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. ഒരു മെയ് മാസമൊക്കെ ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലോട്ട് പോയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ റേഞ്ചും കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇല്ലാത്തത്. പിന്നെ മെറ്റീരിയൽസ് ഒന്നും ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടൊക്കെയാണ് കേട്ടോ. പിന്നെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ഇട്ടാൽ നിങ്ങൾക്ക് ഇഷ്ടമാവോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഒന്നും ഇടാതിരുന്നത്. പിന്നെ ഇപ്പോൾ നമ്മുടെ ചെറിയൊരു വീടിൻ്റെ പണിയും കൂടെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് തിരക്കായതുകൊണ്ടാണ് കേട്ടോ. അതിന് നമുക്ക് മാക്സിമം പറ്റുന്ന പോലെ വീഡിയോ ഒക്കെ ഉണ്ടാവും. അപ്പം മുമ്പത്തെ പോലെ എല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിക്കണം കേട്ടോ. അപ്പം ഇന്നത്തെ ബോയ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈ മെറ്റലിൻ്റെ ഒരു ഹെയർ ബോയിലാണ്. നമുക്ക് 4mm ഗിയർ വയറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൽ ഒരു നമ്മുടെ ചെവീൻ്റെ ബാക്കിലോട്ട് വരുന്ന ഭാഗത്ത് വേണ്ട, കുറച്ച് നീക്കി ഒരു വിരലിൻ്റെ ഒക്കെ അകലം ഇട്ടതിന് ശേഷം നമ്മൾ ഗിയർ വയർ ഇതേപോലെ നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കുക. അപ്പം ഈ ഒരു ജാസ്മിൻ ബഡ്സ് നമ്മളൊരു പാക്കറ്റായിട്ട് വാങ്ങുമ്പോൾ അതിൽ കുറേ വലിപ്പ വ്യത്യാസങ്ങളുള്ളതുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം എല്ലാം എടുക്കുമ്പോഴത്തേനും ഓരോ വലിപ്പത്തിലുള്ളത് സെയിം വലിപ്പത്തിലുള്ളത് തന്നെ നോക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ. അപ്പം നമുക്കിത് ഇതേപോലെ ഒരു ബഡ്സ് എടുത്ത് വെച്ച് കൊടുക്കുക. അതിൻ്റെ ഞെട്ടിൻ്റെ ഭാഗത്ത് വരുന്ന ആ ഗ്രീൻ ടേപ്പ് ചുറ്റി വെക്കുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ നന്നായിട്ട് ടൈറ്റാക്കി 2 പ്രാവശ്യം ചുറ്റി കൊടുക്കുക. അതിന് ശേഷം വീണ്ടും അടുത്ത ബഡ് എടുത്ത് വെച്ച് കൊടുക്കുക. അപ്പം ഇതേപോലെ ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ബോ മേക്കിംഗ് ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാണ്ട് ഹെയർ ബോസിൻ്റെ ഒരുപാട് മേക്കിംഗ് വീഡിയോസ് ചാനലിലുണ്ട്, താല്പര്യമുള്ളവരൊക്കെ കയറി നോക്കാം കേട്ടോ. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലിയുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഇതേപോലെ ഓരോ ബഡ്സും ഓരോ ബഡിൻ്റെ ആ ഒരു ഗ്രീൻ ടേപ്പ് ചുറ്റുന്ന ആ ഒരു ഭാഗത്തിൻ്റെ മേലെ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ നന്നായിട്ട് ചുറ്റി കൊടുത്താൽ മാത്രം മതി. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമുക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന അമ്മമാർക്ക് ഇതേപോലെ ബഡ്സും ഇതേപോലത്തെ മെറ്റലിൻ്റെ ബോയൊക്കെ വാങ്ങിയിട്ട് ഇതേപോലെ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതൊരു ബിസിനസ്സായിട്ട് ചെയ്യണം, വരുമാനത്തിന് വേണ്ടിയിട്ട് നിങ്ങളിതുപോലെ ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവർക്കും ഇതേപോലെ ചെയ്യാം കേട്ടോ. നമ്മൾ ഒരു പാക്കറ്റായിട്ട് ഈ ഒരു ജാസ്മിൻ ബഡ് വാങ്ങുമ്പോൾ ഒരു 60 രൂപ മുതൽ ഷോപ്പിൽ കിട്ടും കേട്ടോ, ചെറിയ പാക്കറ്റ്. അപ്പോൾ നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുന്നവരൊക്കെ ആണെങ്കിൽ ചെറിയ പാക്കറ്റ് വാങ്ങിയിട്ട് ഇതേപോലെ ചെയ്ത് നോക്കാം കേട്ടോ. ഈ ഒരു മെറ്റൽ ബോ 8 രൂപ റേറ്റ് മുതൽ മുകളിലോട്ട് നമുക്ക് സ്റ്റിച്ചിങ് ആക്സസറീസും ക്രാഫ്റ്റ് ഐറ്റംസൊക്കെ കിട്ടുന്ന ഷോപ്പിൽ കിട്ടുന്നുണ്ടാവും കേട്ടോ. ഞാൻ മിക്ക വീഡിയോയിലും പറയാറുണ്ട് എവിടെ നിന്നാണ് കിട്ടുകയെന്നൊക്കെ. അപ്പോൾ താല്പര്യമുള്ളവർ ഇതേപോലെ വാങ്ങിയിട്ട് ചെയ്ത് നോക്കുക. പിന്നെ കുഞ്ഞുങ്ങൾക്ക് ബോയായിട്ട് തന്നെ വെക്കാൻ പറ്റുന്നതുകൊണ്ട് നമ്മൾ മുല്ലപ്പൂ ഇങ്ങനെ വാങ്ങി വെക്കുന്നതിനേക്കാളും ബോയായിട്ട് വെച്ച് കൊടുക്കുന്നത് കുറച്ചും കൂടെ കംഫർട്ടായിരിക്കും അവർക്ക്. അപ്പം ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്ത് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സെയിൽ ചെയ്യാം, അല്ലെങ്കിൽ സ്വന്തം നമ്മുടെ മക്കൾക്ക് വെച്ച് കൊടുക്കാനുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഇതേപോലെ വാങ്ങിയിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിത് ഒരു 60 രൂപയ്ക്കാണ് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ജാസ്മിൻ ബഡിൻ്റെ റേറ്റും പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ എടുക്കുന്ന സമയം, പിന്നെ മെറ്റൽ ബോൻ്റെ റേറ്റ്, ഗിയർ വയറിൻ്റെ റേറ്റ് ഇതൊക്കെ കണക്കാക്കിയിട്ടാണ് കേട്ടോ ഞാൻ റേറ്റ് പറയുന്നത്. നിങ്ങൾ ഉണ്ടാക്കാൻ എടുക്കുന്ന സമയം കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് റേറ്റ് ഇടുക. നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റിന് നമുക്ക് തന്നെ റേറ്റ് ഇടാൻ പറ്റണം. അപ്പം അതേപോലെ റേറ്റൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെയിൽ ചെയ്യാം. ഞാൻ ഷോപ്പിലൊന്നും അല്ല കൊടുക്കുന്നതെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതേപോലെ വലിയ വരുമാനം എന്ന് പറയാനൊന്നും ഇല്ല കേട്ടോ. ഇതിൽ നിന്നും സ്റ്റിച്ചിങ് ഇല്ലാത്ത സമയത്താണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മക്കളുടെ സ്കൂളിൽ അങ്ങനെയുള്ള പിന്നെ അടുത്തുള്ളവർക്ക് അങ്ങനെയൊക്കെയാണ് കേട്ടോ കൊടുക്കുക. എൻ്റെ കുഞ്ഞുങ്ങളെ വെച്ച് കണ്ടിട്ട് അങ്ങനെ ചോദിക്കുന്നവർക്കൊക്കെയാണ് കൂടുതലും കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് വലിയ അധികം വരുമാനമൊന്നും കിട്ടാനില്ല, എന്നാലും ഇതേപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുമ്പോഴൊക്കെ വീഡിയോസൊക്കെ ഇതേപോലെ എടുത്തിടുന്നത് കേട്ടോ. അപ്പം ഇതേപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അങ്ങനെയൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം ഇതേപോലെ ടൈറ്റ് ചെയ്ത് ചുറ്റി കൊടുത്താൽ മതി. ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ബോയാണ് കേട്ടോ. ഇനി അങ്ങോട്ട് മേക്കിംഗ് വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പം ഇതേപോലെ ഒരേ അളവിലുള്ള ബഡ്സ് എടുത്താൽ മാത്രം മതി.
ഇതേപോലെ ഒന്നിന് മേലെ ഒന്നായി വെച്ച് നന്നായിട്ട് ചുറ്റി കൊടുത്താൽ മതി കേട്ടോ. നല്ലതായിട്ടിരിക്കും. ഏറ്റവും സിമ്പിളായിട്ടുള്ളതാണ് കേട്ടോ. ഇതിൽ നമുക്ക് 2 ലെയറായിട്ട് വേണമെങ്കിൽ അങ്ങനെ വെക്കാം, 1 ലെയറായിട്ട് വേണമെങ്കിൽ അങ്ങനെ വെക്കാം. നമുക്ക് താല്പര്യമുള്ള രീതിയിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഉള്ളൂ, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ എൻഡിലായിട്ട് ഞാനൊരു എൻഡ് ടേപ്പ് ചുറ്റി കൊടുക്കുന്നുണ്ട്. മക്കളുടെ ചെവിയുടെ ബാക്കിലൊക്കെ ഇങ്ങനെ വേദന എടുക്കാതിരിക്കാനാണ് കേട്ടോ. പിന്നെ ഇതേപോലെ ചെറിയ വീതി മതിയായതുകൊണ്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ട് അതിനെയും കൂടെ വീണ്ടും കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതേപോലെ എടുക്കുക, അതിൻ്റെ അറ്റത്തായിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്താ ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ബീഡ്സൊക്കെ വെച്ചിട്ട് ധാരാളം മേക്കിംഗ് വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ താല്പര്യമുള്ളവർ കണ്ടു നോക്കുക കേട്ടോ. ഞാൻ മുമ്പ് മെറ്റീരിയലിൻ്റെ സെയിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കൂടുതലും മെറ്റീരിയലൊന്നും എടുക്കാൻ പോകാൻ പറ്റാത്തതുകൊണ്ട് അധികം സെയിലൊന്നും ഇല്ല. ഞാൻ സെയിലൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബോയാണ് കേട്ടോ. അപ്പം ഒരു ചെറിയ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഇടയിൽ കാണിച്ച ഒരു ബോയും കൂടെ ഞാൻ ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ മേക്കിംഗ് വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇതേപോലെ ബിസിനസ്സൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവരോ നിങ്ങളുടെ ഫാമിലിയിലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതിലേക്കും ബൈ.